കൂടല്ലൂരുകാരുടെയും മലയാളികളുടെയും പ്രിയപ്പെട്ട എം ടി ബന്ധുക്കൾക്ക് ഉണ്ണിയേട്ടനും ഉണ്ണിമാമയൊക്കെയാണ്. ഇപ്പോൾ എം ടിയുടെ സഹോദരനായിട്ടുള്ള എം ടി രവീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു ബന്ധമായിരുന്നു അല്ലേ? ഇവിടെ തന്നെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. ഉണ്ട്. ഞങ്ങൾ എങ്ങനെയായാലും മൂപ്പരുടെ മനസ്സിൽ ആർദ്രത ഉണ്ടല്ലോ എന്നും. കാരണം അവനവൻ്റെ കുടുംബത്തിൽ വളരെയധികം വാചാലനല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ വല്ല കുടുംബകാര്യങ്ങൾ സംസാരിക്കുക വല്ലപ്പോഴൊക്കെ വന്നിരുന്നു കൂടല്ലൂർ. അതിപ്പോൾ ഈ പറഞ്ഞമാതിരി കൂടല്ലൂരിൻ്റെ ഒരു പുണ്യമാണല്ലോ എം ടി. അപ്പോൾ ആ വലിയ പ്രകാശഗോപുരം പൊലിഞ്ഞു. നമ്മളൊക്കെ അന്ധകാരത്തിലാണ്. എം ടിയുടെ ചെറിയമ്മയുടെ മക്കളാണ് എം ടി രവീന്ദ്രനും അതുപോലെ തന്നെ വിലാസിനി. വിലാസിനിയുടെ വീട്ടിലിരുന്നാണ് രണ്ടാം ഊഴം ശരിക്ക് എം ടി എഴുതിയെടുക്കുന്നതല്ലേ? അതെ, എം ടി രണ്ടാമൂഴം എഴുതിയത് അത് എന്താ വെച്ചെങ്കിൽ അവിടെ ആരുമില്ല. മറ്റുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞമാതിരി ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബഹളവും തൊഴിലൊക്കെ ഉണ്ടാവുമല്ലോ. മൂപ്പർ നേരത്തെ ഉണർന്ന് എഴുതും. അപ്പോൾ എൻ്റെ ഓപ്പോളെന്നാണ് ഞാൻ പറയാം. ഓപ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ രണ്ടാമൂഴം എഴുതാൻ എം ടി നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ഒരുപാട് ട്രങ്ക് പെട്ടികൾ മുഴുവൻ പുസ്തകങ്ങളായിട്ടാണ്. ഇത് വലിയ പഠനം നടത്തിയിട്ടുള്ളതാണ്. അല്ലാണ്ട് വെറുതെ ഒരു സാഹിത്യകൃതി എന്നുള്ള നിലയ്ക്കല്ല. മഹാഭാരതത്തിൻ്റെ ഒരു വലിയ പഠനം നടത്തി അതിനെ സംബന്ധിച്ചുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നോക്കി. അപ്പോൾ എം ടി വാസ്തവത്തിൽ ഈ ഏറ്റവും വലിയ വായനക്കാരനാണല്ലോ. ലോകത്തെ എവിടെ ക്ലാസിക്ക് പറഞ്ഞാലും അത് എം ടിയുടെ കയ്യിലെത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു പ്രതിഭാശാലി ആയതുകൊണ്ട് പിന്നെ തലമുറകൾക്ക് അതീതരായിട്ടുള്ള ആരാധകർ, പിന്നെ വായനക്കാർ അവരൊക്കെ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞമാതിരി ആരെങ്കിലും ചോദിക്കും ഇവിടെ എം ടി ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വരുന്നത്. അപ്പോൾ അവർ പറയുന്ന മറുപടി ഒന്നും ഇതൊക്കെ എല്ലാവരോടും ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അത് കാരണം ആവർത്തന വിരസത വരും. അപ്പോൾ എം ടി ഇവിടെ ഇല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വരുന്നത്. തലമുറകൾക്ക് അതീതരായിട്ടുള്ള വായനക്കാർ, എഴുത്തുകാരൊക്കെ വരുമ്പോൾ എം ടിയോട് ഇവിടെ ഇല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ വരണമെന്ന് പറഞ്ഞാൽ എം ടി നടന്നു പോയ വഴികളിലുണ്ട്, അത് കൂടെ ഞങ്ങൾക്കൊന്ന് നടക്കാമല്ലോ. എം ടി ശ്വസിച്ച കാറ്റുണ്ടല്ലോ, ആ കാറ്റ് ഞങ്ങൾക്കും ശ്വസിക്കാമല്ലോ. എം ടി കണ്ട ആകാശം പെടണ്ടല്ലോ. ഇതൊക്കെയാണ് അവരുടെ മറുപടി. അവർ ഈ വായനക്കാർ മോശക്കാരല്ലല്ലോ. അവരൊക്കെ ഈ താന്നിക്കുന്നും അതുപോലെ മലമക്കാവൊക്കെ ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നതാണ്. അതെ, മലമക്കാവിൽ നീലത്താമര ഇപ്പോൾ വരുന്ന നീലത്താമര എം ടിയുടെ ഒരു സങ്കല്പമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? അപ്പോൾ അത് ഇപ്പോൾ വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട്. ഞാനിപ്പോൾ പണ്ടൊക്കെ അവരുടെയൊക്കെ ഒപ്പം കുറച്ചൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ എനിക്ക് നടക്കാൻ തന്നെ വയ്യ. അപ്പോൾ അതിൻ്റേതായ എല്ലാം പ്രിയപ്പെട്ടൊരു ഉണ്ണിയേട്ടനായിരുന്നു. എന്താ സംശയം? കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പം ഇന്ന് മാതൃഭൂമി ഈ മറ്റേ എന്താ ഇന്ന് പേപ്പറില്ലാത്തതുകൊണ്ട് എന്താ ഈ അതിൽ എൻ്റെ ഒരു ലേഖനമുണ്ട്. അത് ഇതിന് എത്രയോ മുമ്പ് ഇവർ മാതൃഭൂമി എന്നൊരാൾ എഴുതി ചോദിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും എൻ്റെ മാതൃഭൂമി അല്ല, നിങ്ങളൊക്കെ നിങ്ങളുടെ ധർമ്മം നിർവഹിക്കണു. കാരണം നിങ്ങൾ മാധ്യമ അതെ അതിൽ ഞാൻ പറഞ്ഞതാണ് ഒരു വന്മരാണ് എം ടി. അതിപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്, നാളത്തെ പേപ്പറിൽ കണ്ടു. ഇന്ന് ഈ പേപ്പറോ ആരൊക്കെ എനിക്ക് അയച്ചു തന്നു. ഒരു വന്മരാണ്. അതിൻ്റെ തണലിലാണോ ഞങ്ങളൊക്കെ നിൽക്കുന്നത്? അത് വെട്ടിപ്പോയാൽ പിന്നെ ഞങ്ങൾ വരൾച്ചയിലല്ലേ, ഈ പൊരുവയിലല്ലേ, അത്രയേ ഉള്ളൂ. താന്നിക്കുന്നിലിരുന്നിട്ടാണ് ശരിക്കും ആ രണ്ടാം ഊഴം ഒരു ജന്മം എടുക്കുന്നത്. അതെ, അതിൻ്റെ പിന്നെ അതിൻ്റെ രണ്ടാം ഊഴത്തിൻ്റെ മുഴുവൻ രചനയും നടന്നിരുന്ന അവിടെയാണ്. അത് സന്ദർശകർക്കൊന്നും ഒരു പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ സന്ദർശകന്മാർ അങ്ങനെ പോവില്ലല്ലോ. ഇത് അറിഞ്ഞുകൊണ്ടാണല്ലോ എം ടി എഴുതാതിരിക്കുകയാണെന്നുള്ള അറിഞ്ഞുകൊണ്ട് അതിൻ്റേതുള്ള പരിമിതി വെച്ചിട്ടല്ലേ പോവുള്ളൂ. അപ്പോൾ വല്ലപ്പോഴൊക്കെ എം ടി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരും. ഇവിടെ എം ടിയുടെ വേറൊരു ബ്രദർ താമസിച്ചിരുന്നു ആ സ്ഥലത്ത്. എം ടി ബി എന്നായിരുന്നു പറഞ്ഞാൽ. മൂപ്പർക്കും കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താഴെ എം ടി എൻ നായരുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ട്രാൻസ്ലേറ്ററൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഭാഗ്യം ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഉണ്ണിയേട്ടൻ്റെ ഒപ്പമാണ്. അത് അങ്ങനത്തെ ഒരു അപൂർവ ജന്മങ്ങളില്ലല്ലോ. ബന്ധുക്കൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും വലിയൊരു ഇഷ്ടക്കാരനായിരുന്നു എം ടി. കാരണം എം ടിയുടെ എഴുത്തുകളിലെല്ലാം നാടുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, നാട്ടിലെ പുഴയുണ്ടായിരുന്നു. അതെ, അപ്പോൾ നാട്ടുകാർക്കൊക്കെ ഇവിടെ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ പുഴ കണ്ടിരിക്കാനും കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ അശ്വതി എന്ന് പറഞ്ഞ കോട്ടേജ് ഉണ്ടാക്കിയത്
പുഴ കണ്ടിരിക്കാനുള്ളതാണ്. പിന്നെ ആ പുഴയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും അധികം പറഞ്ഞ ഒരാൾ, ഇത്രയും പ്രസംഗിച്ച ആൾ, ഇനി ഞാൻ പുഴയെപ്പറ്റി ഇനി ഒന്നും പറയില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഈ മണലെടുപ്പ് കാരണം എം ടിയുടെ മുമ്പിലും എൻ്റെ മുമ്പിലും ഒക്കെ തന്നെ ഈ ലോറികളായിരുന്നു. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് എം ടിക്ക് കൂടല്ലൂരിലേക്ക് വരാൻ തന്നെ മനസ്സില്ലാതെയായി. എം ടി എപ്പോഴും പുഴേനെ ഒക്കെ സ്നേഹിക്കുന്ന ഒരു പ്രകൃതി സ്നേഹിയും കൂടിയാണല്ലോ. നിങ്ങൾ ശോഷിച്ചത് എം ടിക്ക് വലിയ രീതിയിൽ വേദനിച്ചിരുന്നു അല്ലേ? അതിന് സംശയമൊന്നുമില്ല. ഈ പുഴയുടെ നാശത്തിനെതിരായിട്ട് ഇത്രയും അധികം പ്രസംഗിച്ച ഒരാളില്ല, ഇത്രയും വേദികൾ ഉപയോഗപ്പെടുത്തിയ ആളില്ല. പക്ഷേ പിന്നെ ഇനി ഞാനൊന്നും പുഴയെപ്പറ്റി പറയില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ കുറേ മണലെടുപ്പൊക്കെ നിന്നൂല്ലോ ഇപ്പോൾ തൽക്കാലം. ഇതാണ് കൂടല്ലൂരിൽ എവിടേക്ക് ചെന്നാലും എം ടിയെ കുറിച്ചുള്ള ഓർമ്മകളാണ്. എം ടിയുടെ ബന്ധുക്കൾ, അവർക്ക് ഉണ്ണിയേട്ടനാണ്, ഉണ്ണിമാമയാണ്, അവരുടെ എല്ലാം ഓർമ്മകളിൽ ഇന്നും എം ടിക്ക് വലിയ ഒരു സ്ഥാനമുണ്ട്. നാട്ടുകാരെല്ലാം ഈ എം ടിയുടെ ഈ വിയോഗത്തിൽ വലിയ രീതിയിൽ ദുഃഖാതിരാവുന്നതും ഇതെല്ലാം കൊണ്ടാണ്. കാരണം ഈ കൂടല്ലൂരിലെ നാട്ടുകാരും ജനങ്ങളുമാണ് എം ടിയുടെ കഥകളിൽ മുഴുവനുള്ളത്. അവരാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ. ഏതായാലും ഈ നിളയുടെ ഈ ശോഷിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയിൽ വരെ എം ടിക്ക് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധമെല്ലാം പലതവണ എം ടി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എം ടിയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള എം ടി രവീന്ദ്രൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.